ഞാനൊരു ഷൂട്ട് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു തംബ്ലൈൻ കൊടുത്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരുപാട് കമൻറ്റുകളായി, കമൻ്റ് അല്ല കേട്ടോ, മെസ്സേജുകളായി വാട്സപ്പിൽ വരൽ. എന്തിൻ്റെ ഷൂട്ടാണ് ചേച്ചി, ദാസേട്ടനെ കുറിച്ച് എന്താ ചേച്ചി അഭിപ്രായം, അങ്ങനെ കുറേ മെസ്സേജുകൾ. എന്തിൻ്റെ ഷൂട്ടാച്ചാൽ സദാ ഒരു റീലെടുത്തിട്ടേ ഉള്ളൂ. കുറേ കാലമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ കൂടാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അത് ലേറ്റായി തന്നെ ഉള്ളൂ. അപ്പം ശരിക്കും പറയാച്ചാൽ 2 റീലാണ് ഞാനും ദാസേട്ടനും കൂടി എടുത്തത്. അപ്പോൾ ദാസേട്ടനെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നല്ല അഭിപ്രായമാണ്. കാരണം ഞങ്ങൾ നാട്ടുകാരാണ്. ഞാനും ദാസേട്ടനും തമ്മിൽ കുറച്ച് ദൂരത്തിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ദാസേട്ടൻ എന്ന് പറയുന്നത് മുമ്പേ തൊട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഓരോ നെഗറ്റീവ് വീഡിയോസ് വരുന്ന സമയത്തും ദാസേട്ടൻ പറയും, മോളെ ടെൻഷനൊന്നും ആവല്ലേ, ഏട്ടൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്ക് പറയും. ആ ഒരു വാക്ക് എന്ന് പറയുന്നത് നമുക്കൊക്കെ എത്ര ധൈര്യം തരും എന്നുള്ളത് ആർക്കും ചിന്തിച്ചാൽ പോലും മനസ്സിലാവാത്തൊരു സംഭവം. അപ്പം മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴേക്ക് റിലീസാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ പെട്ടെന്ന് എടുത്തത്. പക്ഷേ ഞാൻ വിചാരിച്ചു മായ ചതിക്കൂന്ന്. പക്ഷെ മായ ചതിച്ചതൊന്നുമില്ല കേട്ടോ. രാവിലെ പൊന്നോ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റ്, കുറേ കാലത്തിന് വെച്ചാട്ടോ 6 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റപ്പം ഭയങ്കര മഴ. അപ്പോൾ അരുണ് ചോദിച്ചു, വെറുതെ അവിടെ വരെ പോകണോ? കാരണം കൊടുവള്ളി പോയിട്ടാണ്, കൊടുവള്ളിയിൽ നിന്നും കുറച്ച് പോകണം, അവിടെ പോയിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ കൊടുവള്ളി തെറ്റോളം പോകണോ, പിന്നീട് ഒരു ദിവസം ആക്കിയാൽ പോരെ? അപ്പം ഞാൻ പറഞ്ഞു പോയി നോക്കിയിട്ടല്ലേ അവിടെ അറിയാം. അപ്പം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത സ്ഥലത്ത് PWD അങ്ങണ്ടും അത് ക്ലോസ് ചെയ്തിട്ട് ഒരു തൊട്ടിലപ്പാലുണ്ട്. അത് ശരിക്കും പേരെവിടെയാണെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, എൻ്റെ നാടാണെങ്കിൽ പോലും. എനിക്കിപ്പോൾ ഈ സത്യം പറയാച്ചാൽ ഇവിടെ കൊയിലാണ്ടി തന്നെ പല പേരുകളും എനിക്കറിയില്ല കേട്ടോ. അറിയാഞ്ഞിട്ടോ അല്ലെ പഠിക്കാൻ ശ്രമിക്കാത്തതോ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ PWD അത് അടച്ചിട്ട സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ചതിച്ചു എന്ന് വിചാരിച്ചു, ചതിച്ചാശാനെ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് തപ്പി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻ എന്തോ അത് ആരോ ഒന്ന് വരച്ച് വെച്ചതിൻ്റെ മാതിരി എന്ന് പറഞ്ഞതിൻ്റെ അതിൽ വയലും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ റീൽ പോസ്റ്റ് ആക്കിയതിന് ശേഷം റീലിൻ്റെ കുറേ ചിരിച്ചു മരിക്കാനുള്ള വിശേഷങ്ങളുണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരാളുടെ കൂടെ അഭിനയിക്കുന്നത്. ഞാൻ പൊതുവേ ഈ പറഞ്ഞതുപോണം റീൽസ് എടുക്കുക എന്നല്ലാതെ പ്രൊഫഷണലായിട്ട് അഭിനയിക്കാനൊന്നും ഇന്നുവരെ പോയിട്ടൊന്നുമില്ല. ഒരു റീല് പോലും എടുത്തിട്ടില്ല. പക്ഷേ ഇത് എൻ്റെ പൊന്നോ, ഒരു 30 സെക്കൻഡാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ 30 സെക്കൻഡിന് ഒരു 3 മണിക്കൂറത്തെങ്കിലും കഷ്ടപ്പാടുണ്ട് എന്നുള്ള ഒരാൾ കണ്ട് 30 സെക്കൻഡിന് ഇപ്പോൾ എന്ത് എന്ന് അവരഭിപ്രായം പറയുമ്പോൾ ഇത് ഇത്രമേൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതാണെന്നുള്ളത് അവർ നോക്കൂല. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു. അതിൽ വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്നൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, നീ വെള്ളത്തിൽ വീഴാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ വീഴാൻ പോയി. ദാസേട്ടൻ കയറി കൈ പിടിച്ചു, കൈക്ക് നല്ല വേദന. അപ്പോൾ വയ്യാത്ത കാല് വെച്ച് കയ്യാല കയറുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കയ്യാല കയറണം തോന്നി, അതുകൊണ്ട്. പിന്നെന്ന് വെച്ചാൽ ഒരു വയലിൻ്റെ ഒക്കത്ത് ഒരു നിങ്ങൾ കിടന്നു എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ചിന്തിക്കല്ലേ, ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് യൂറിൻ പാസ് ചെയ്തതിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് ഒരു തോടിൻ്റെ വക്കത്താണ്. നേരെ തോട്ടിലേക്കാട്ട് ചാടിയാലോ എന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് കുളിച്ചതിന് ശേഷമാണ് ഗായ്സ് എനിക്ക് സമാധാനമായത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ചെരുപ്പ് ഇട്ടിട്ടില്ല. ദാസേട്ടനും ഞാനും ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചെരുപ്പ് ഇടാണ്ടെന്നാൽ ഞങ്ങൾ ഈക്വലാണ്. എനിക്ക് ഹീൽസ് ഞാൻ നമ്മൾ റീലൊക്കെ എടുക്കുന്ന സമയത്ത് ഹീൽസ് ആണല്ലോ ഭംഗി ഉണ്ടാകുക. അതുകൊണ്ട് 2-3 ഹീൽസൊക്കെ എടുത്ത് പോയി നോക്കുമ്പോൾ ഹീലില്ലാത്ത ചെരുപ്പ് എടുത്തതുമില്ല. ഞാൻ ഫുള്ള് ചളിയിൽ കൂടി നടക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ആ ഒരു റീലിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ചിരിച്ച് പണിയായി പോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഷോർട്സായിട്ട് ഓരോന്നോരോന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നാര മക്കളെ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതെങ്ങനെയായി വരും, എയറിൽ കയറുമോ താഴെ നിൽക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എയറിൽ കയറിയാലും എനിക്ക് വലിയ പുത്തരിയുള്ള ഒരു കേസല്ല.
ദാസേട്ടനെ സംബന്ധിച്ചും അതൊരു പുത്തരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറാണ് ഒരാളെ വിജയിപ്പിക്കുന്നതെന്ന് ഈ മൊണ്ണകൾക്ക് ആർക്കും അറിയുകയില്ല. കുറേ മൊണ്ണകളുണ്ടല്ലോ ഇമിറ്റേറ്റ് ചെയ്യുന്ന മൊണ്ണകൾ. ഇനിയിപ്പോൾ അവർ റോട്ടുമ്മക്കൂടെ പോകുന്ന ആൾക്കാരെ പിടിച്ച് വെച്ച് എനിക്ക് റീൽ ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ കച്ചറ കൂടിയില്ലെങ്കിൽ ശരിയാവും. ഏതായാലും ക്യാമറാമാനാ, അയ്യോടാ ഒച്ച ഉണ്ടാക്കില്ലേടാ, ക്യാമറാമാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ക്യാമറാമാൻ്റെ കൂടെയും ഞാൻ റീൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഒരു എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം, ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണലായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിപ്പം നിങ്ങൾ ചോദിക്കുക എന്തെങ്കിലും തുടക്കമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് ഫോട്ടോഷൂട്ട്, ഞാനിങ്ങനെ റീലിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പല പല ഓഫറും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും അറ്റൻഡ് ചെയ്യാനില്ല. പക്ഷെ ദാസേട്ടൻ്റെ കൂടെ റീലെടുത്ത ദാസേട്ടൻ കുറേ എന്നോട് പറഞ്ഞു. അപ്പം ആ ഒരു ഓക്കെ എന്ന് പറഞ്ഞപ്പം ഞാൻ അതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന, ഓക്കെ എൻ്റെ നാട്ടുകാരന് എൻ്റെ ഒരു ഏട്ടനാണത്. അപ്പോൾ ആ ഏട്ടൻ്റെ കൂടെ ഒരു റീലെടുക്കണം എന്ന് എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ എനിക്ക് ഈ അടുത്തും കൂടി ഞാൻ പറഞ്ഞല്ലോ യശോദാമ്മയായിട്ടൊരു ഇത് ചെയ്യുമെന്ന് ചോദിച്ചു. അതേപോലെ ഗുരുവായൂരിൽ പല പല പേജുകാരും വിളിക്കും ഇതേപോലെ യശോദയാവാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം തൊട്ടേ ഞാൻ പറയും എനിക്ക് പറ്റത്തില്ല, പറ്റാത്ത കാര്യം എന്തിനാ പറ്റുമെന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതേപോലെ ഫോട്ടോഷൂട്ട് വരുന്നത്, ഫോട്ടോഷൂട്ടൊക്കെ നമുക്ക് ഒരു ദിവസത്തേക്ക് 15,000 രൂപ അവർ തരും. അപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ഇപ്പം എന്താ 15,000 രൂപ കിട്ടൂലേ ഒരു ദിവസം, പിന്നെന്താ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കറിയില്ലല്ലോ ഇത്രമേൽ മെനക്കെടാണ് എന്നുള്ളത്. ഈ ഷൂട്ട് എന്നൊക്കെ പറയാം, നമ്മൾ പോസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ചൊന്നുമല്ല. ഒരു പോസോ 2 പോസോ 3 പോസോ ആയിരിക്കില്ല അവർക്ക് വേണ്ടത്. ഇതൊക്കെ നമ്മളിട്ട് നമ്മളാകെ ടയേർഡാവും. അത് കഴിഞ്ഞ് അടുത്തതിന് അടുത്ത കോസ്റ്റ്യൂമും അടുത്ത വേറെ മേക്കപ്പും ആയിരിക്കും. ഒരു മേക്കപ്പ് ചെയ്യാൻ എത്ര സമയം പിടിക്കുന്നറിയോ? ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടുമല്ല, മനഃപൂർവ്വം തന്നെയാണ്. കാരണം എനിക്ക് ഈ ഇരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 2014 15 ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ഒരാളാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഹെയർ കട്ടിങ് പഠിച്ചിട്ടില്ല. അത് എനിക്ക് എൻ്റെ വീട്ടിൽ വിലക്കായിരുന്നു, ഹെയർ കട്ടിങ് പാടില്ല എന്നുള്ളത്. അത് ഓരോരുത്തരെ ഇതല്ല. അപ്പം ഞാൻ ഹെയർ കട്ടിങ് ഇന്നുവരെ ചെയ്തു പോലും നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇതിനോട് ക്യൂരിയോസിറ്റി എന്താ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ വീട്ടുകാർ ആദ്യമായിട്ടൊരു ബ്യൂട്ടി പാർലറിൽ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ്. അപ്പം മാമൻ്റെ വൈഫിനൊക്കെ 2,000 രൂപയ്ക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏത് കാലത്തെന്നറിയോ? എൻ്റെ മാമൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 22-23 വർഷമായി. അപ്പോൾ ആ ഒരു കാലത്തൊക്കെ അവർ 2,000 രൂപക്കൊക്കെ ഫേഷ്യൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഈ ബ്യൂട്ടി പാർലറിനെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞപ്പോൾ എനിക്കിതെന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ പോയി പഠിച്ചതാണ്. പഠിച്ചു നോക്കുമ്പല്ലേ ഇതിൻ്റെ മെത്തേഡൊക്കെ അറിയുന്നത്. പക്ഷേ ഞാനൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിലും ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരേ ഒരു വലിയ കളിയാക്കുമ്പോൾ സെലിബ്രിറ്റി മേ ബി ഞാൻ മാത്രമായിരിക്കും കേട്ടോ. ഞാനെപ്പോൾ ലിപ്സ്റ്റിക് എടുക്കാനും കൺമഷി എടുക്കാൻ പോകുമ്പോൾ അവിടെ ചോദിക്കും ഫൗണ്ടേഷൻ വേണ്ടേ. ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. എൻ്റെ ഒന്നും വിവാഹ സമയത്ത് ഒരു ബ്യൂട്ടീഷ്യനെ പോലും ഞങ്ങൾ നിർത്താൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു കേട്ടോ. അപ്പം എത്രയോ ആൾക്കാർ മേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനോടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിനായിരുന്നു പിന്നെ എനിക്കൊരു സമ്മതമൊക്കെ കിട്ടിയത്. 20 സാരിയും 20 സാരിയും 4 ധാവണിയായി 40 നൈറ്റ്. പക്ഷേ എൻ്റെ വെയിറ്റ് ആയിരിക്കാം മേ ബി അവർക്ക് വിഷയം എന്തോ ഇതോ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഓഫറുകൾ വരുന്നപ്പോൾ നോട്ട് ഇൻട്രസ്റ്റഡ്. ഇനി എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല. ബാപ്പയും കെട്ടിയൊന്നും ഓടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കാണാം. അല്ലാതെ എന്ത് പറയാനും. ഞാൻ അപ്പയോ എന്നോട് പറഞ്ഞു ബാപ്പത്തിരി കലിപ്പിലാണ്. കാരണം തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ആശാൻ കുറച്ച് കലിപ്പിലാണ്. എന്നുവെച്ചാൽ വാപ്പാക്കത് വിഷയം ഉണ്ടായിട്ടില്ല. ഈ നാട്ടുകാർ അവളെന്താ ഇങ്ങനെ പറഞ്ഞേ, ഇവളെന്താ ഇങ്ങനെ പറഞ്ഞേ, അങ്ങനെ ചെയ്യായിരുന്നോ മജിദ്, ഇങ്ങനെ ചെയ്യായിരുന്നോ മജിദ്. ഇത് കേൾക്കുമ്പോൾ വാപ്പക്കൊരു ഇറിട്ടേറ്റ്. അതുകൊണ്ടാണ്. അപ്പോൾ
ഞാൻ ഫസ്റ്റ് ടൈം പുറത്ത് ഒരാളുടെ കൂടെ വീഡിയോ ചെയ്ത് ഇതിനു മുമ്പ് എൻ്റെ കമ്പനിക്കാരുടെ കൂടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷാനുൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, അരുണിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഒക്കെ. ഇതെന്തോ നമുക്ക് വയ്യാഴ്ച കാണാം. ഞാൻ എയറിലാണെങ്കിൽ കൊക്കയിട്ട് തള്ളിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതാണ് ഷൂട്ട് വിശേഷങ്ങൾ. നിങ്ങൾ വിചാരിച്ചതിൻ്റെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നാളോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു കേസാണ്. മേ ബി ഇനിയിപ്പോൾ ഇന്ന് സിനിമയെ കണ്ടിട്ട് എനിക്കന്ന് താല്പര്യമില്ലായിരുന്നല്ലോ എന്ന് അറിയണ്ട കേട്ടോ. ഓരോന്നോരോന്ന് വയ്യ വരുന്നുണ്ട്. ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ റെഡിയായി നിന്നോളി. അടിച്ച് തമർത്താൻ നോക്കും തോറും പൊന്തി വരുന്നത് എത്ര പേർക്ക് കണ്ണുകടിയാണെന്നറിയോ. എന്തായാലും ഞാൻ സിനിമയിലല്ല അഭിനയിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു റീൽസിൽ അഭിനയിച്ചതിന് ഇത്രമാത്രം ഹൈപ്പ് വേണമെന്ന് ചോദിക്കും. വേണം, വേണ്ടവർക്ക് കൊടുക്കണമല്ലോ, വേണ്ടാത്തവർക്ക് കൊടുക്കണ്ടല്ലോ. വേണമെങ്കിലും വേണമെങ്കിലും എടുത്താൽ മതിയല്ലോ. എന്താലേ മറ്റേ ലയോ അങ്ങനെയല്ല ഇരുന്നോ. എൻ്റെ ചെറുപ്പകാലത്ത് നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ഇതാക്കി. അപ്പം ഇനി അടുത്ത പറഞ്ഞോളി. ജസ്റ്റ് ഞാൻ ലക്ക് കെട്ടിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ബൈ.